നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇത് എന്റെ കയ്യിലിരിക്കുന്നത് ചിറ്റമൃതല്ലേ? ഞാനിതിപ്പോ ഇവിടെ നിന്ന് പറിച്ചെടുത്തതാണ്, ഡോക്ടറെ ഔഷധത്തോട്ടത്തിൽ കണ്ടതാണ്. ഇത് ചിറ്റമൃത്. ഇത് എന്താണ്? ഇത് ശരിക്കും ഇതിന്റെ ഔഷധ ഗുണം എന്താണ്? ചിറ്റമൃത് എന്ന് പറഞ്ഞ ആളുകള് പൊതുവെ വിചാരിക്കുന്നത് ഒരു മധുരമുള്ള ഒരു സാധനം, അമൃത് എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇതിനെ അമൃതവള്ളി എന്നും കൂടെ പറയും. അപ്പോ ഇതിനെ നമ്മള് രാജീവ് കേട്ടിട്ടുണ്ടാവുമല്ലോ അമൃതിനെ പറ്റിയിട്ട്. അമൃത് നമ്മള് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കളഞ്ഞിട്ട് അമൃതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അമൃതിനെ പറ്റിയിട്ട് നമ്മൾ കഥകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ അമൃതവള്ളി എന്ന് പറയുന്ന അതിന്റെ പേര് അന്വർത്ഥമാക്കുന്ന അതേ ചെടി തന്നെയാണിത്. അതായത് മറ്റുള്ള ജീവജാലങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കുന്നത് അമൃത്. മറ്റുള്ള ജീവജാലങ്ങളുടെ മാത്രമല്ല, ഈ അമൃതവള്ളിയുടെ ജീവനും കൂടി അങ്ങനെ തന്നെയാണ്. ഇതിന്റെ മരണം ഉണ്ടാവില്ല. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെ നമ്മൾ കത്തിച്ചു കളഞ്ഞാലല്ലാതെ കൊണ്ട് കെട്ടുപോവില്ല. ഇത് ഒരു 20 അടി മുകളിൽ നിന്ന് നമ്മൾ ഇതിന്റെ തണ്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതിന്റെ അവിടെ നിന്ന് ഇതിന്മേലേക്ക് വേരുകൾ ഇറങ്ങിയിട്ട് ഇത് ജീവിച്ചു വരും. അതേപോലെ തന്നെ വെറുതെ മണ്ണിൽ എത്ര വലിയ വെയിൽ ഇല്ലാത്ത ഏത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വേരുകൾ വന്ന് ഇത് പൊടിച്ച് പടർന്ന് എവിടെയെങ്കിലും കയറും. അതുപോലെ ഇതും ഒരു അമരത്വമുള്ള ചെടിയാണ്. അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ അമൃത് എന്ന് പറയുന്ന അതേ ഗുണമുള്ള ഒരു ഔഷധ ചെടിയാണ് ഈ ചിറ്റമൃത്. അമൃത് നമുക്ക് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള അമൃതുകൾ കാണാറുണ്ട്. ഒന്ന് ഈ ചിറ്റമൃത്, 2 കാട്ടമൃത് എന്ന് പറഞ്ഞൊരു ചെടി, അതിന്റെ ഇലകൾ കുറച്ചും കൂടി വലിപ്പമുണ്ടാവും. വേറൊന്ന് മുള്ളമൃത് എന്ന് പറഞ്ഞിട്ടുള്ള ചെടി. മുള്ളമൃതിന് ഇവിടെയൊക്കെ ഇങ്ങനെ മുള്ളുകൾ കാണും. ഇതാണ് ഏറ്റവും ചിറ്റമൃത് എന്ന് പറയുന്ന അമൃത് വർഗത്തിൽപ്പെട്ടിട്ടുള്ള, അതായത് ടിനോസ്പോര കോഡിഫോളിയ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമമുള്ള ഈ ചിറ്റമൃതാണ് ഏറ്റവും ഔഷധ ഗുണമുള്ളതും നമ്മൾ ആയുർവേദ ഔഷധങ്ങളിൽ ചേർക്കുന്നതും ഈ അമൃതാണ്. പ്രധാനമായിട്ട് എന്ത് അസുഖത്തിനാണിത്? ഇത് നേരത്തെ നമ്മൾ അമൃത് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇപ്പൊ ഉള്ള മഹാമാരികളായിട്ടുള്ള പ്രമേഹം, രക്തവാതം, കരൾ രോഗങ്ങള്, കിഡ്നിയുടെ അസുഖങ്ങള്, ഈ അസുഖങ്ങൾക്കൊക്കെ വളരെയധികം റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഔഷധ ചെടിയാണ് ചിറ്റമൃത്. ഇപ്പൊ നമ്മള് ഈ ചിറ്റമൃതിന്റെ അതുപോലെ തന്നെ പനിക്ക് വളരെ അഗ്രമായിട്ടുള്ള ഒരു ഔഷധമാണ് ചിറ്റമൃത്. പനിക്ക് നമ്മളിപ്പോ രാജീവ് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, അമൃതാരിഷ്ടം എന്ന് പറഞ്ഞ അരിഷ്ടം. ഈ അമൃതാരിഷ്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് അമൃതാണ്. അതുപോലെ തന്നെ ഇത് ഇനിയിപ്പോ അരിഷ്ടം കുടിക്കാൻ പറ്റാത്തവർക്ക് ഇതിന്റെ തണ്ട് പിഴിഞ്ഞിട്ടുള്ള നീര് ഒരു 10 മുതൽ 15 മില്ലി വരെ കഴിച്ചാൽ മതി. 2-3 ദിവസമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നല്ല പനിയും അതുപോലെ തന്നെ ജലദോഷമൊക്കെ കുറയും. ഇതിന്റെ തണ്ട് നമ്മൾ പിഴിഞ്ഞ് അതിന്റെ പിഴിഞ്ഞ് ചാറ് എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ഒരു ഊറലുണ്ടാവും. നമ്മൾ കൂവ ചതച്ച് പിഴിഞ്ഞ് നീരെടുത്ത് കൂവപ്പൊടി ഉണ്ടാക്കില്ലേ, അതേ മോഡല് കൂവപ്പൊടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിന്റെ അടിയിൽ നിന്ന് ഉണ്ടാകുന്ന ഊറല് നമ്മൾ ഉണക്കി ശേഖരിച്ചു വെക്കും. അതിന് അമൃത സത്വം എന്നാണ് പറയുക. ഗുളൂജി സത്വം, അമൃത സത്ത് എന്നൊക്കെ പറയും. അത് വളരെ പനിക്ക് ഈ പാരസെറ്റമോൾ പോലെ തന്നെ പെട്ടെന്ന് പനി കുറയ്ക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഗുളിക രൂപത്തിൽ കൊടുക്കാം. ഗുളിക രൂപത്തിലല്ല, അത് പൊടിയായിട്ട് തന്നെ ഇരിക്കുള്ളൂ. നല്ല വൈറ്റ് കളർ ആയിട്ടിരിക്കും, നമ്മുടെ പൂപ്പൊടി പോലെയൊക്കെ വെളുത്ത കളറായിരിക്കും, പൊടിയായിട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഇത് പിഴിഞ്ഞ് നീര് കൊടുക്കാം. ഈ അമൃതസത്വം അതിന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ഈ ചൂടുകാലത്ത് വളരെ ചുട്ടുപുകച്ചിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ചുട്ടുപുകച്ചിലിന് പുകച്ചില്, ശരീരത്തിന് ചൂട്, ഇതിനൊക്കെയും ചൂടിനെ കുറയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതിനും നമുക്ക് അമൃതസത്വം കൊടുക്കാം. സാധാരണ ഞാൻ കേട്ടത് പ്രമേഹത്തിനാണ് ഏറ്റവും കൂടുതൽ, പ്രമേഹത്തിന് ഉപയോഗിക്കും. അതേപോലെ തന്നെ പനിക്കാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. പനി, ജലദോഷം, അതുപോലെ തന്നെ പനിക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന അമൃതോത്തരം എന്ന് പറഞ്ഞ കഷായത്തിലെ പ്രധാന കണ്ടന്റാണ്. അമൃത ഷഡംഗം എന്ന് പറയുന്ന കഷായത്തിലെ പ്രധാന കണ്ടന്റാണ്. അങ്ങനെ ഉള്ളിലേക്കുള്ള ഒട്ടുമിക്ക രക്തശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കഷായങ്ങളിലും അമൃത് ഒരു ചേരുവയാണ്. ഇത് മാത്രമല്ല, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങൾക്കുണ്ട്. പണ്ടത്തൊക്കെ അമ്മമാരൊക്കെ, അതായത് ഇപ്പോഴും ആൾക്കാർ ബലാഗുളുച്ചാതി എന്ന് പറഞ്ഞ തൈലം ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ഗുളൂച്ചി എന്ന് പറയുന്ന സംഭവം ചിറ്റമൃതാണ്. ചിറ്റമൃതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഈ പ്രമേഹം എന്നൊരു രീതിയിലാണ് കേൾക്കുന്നത്. പക്ഷെ ഈ അമൃതാരിഷ്ടത്തിലെ പ്രധാന ഘടകമാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ ഇപ്പൊ നേരത്തെ പ്രമേഹത്തിന്റെ കാര്യം പറഞ്ഞില്ലേ,
ഇതിന്റെ നീര് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഥ്യാഹാരങ്ങൾ കഴിച്ചുകൊണ്ട് പ്രമേഹത്തിനെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ നീര് പ്ലസ് നെല്ലിക്കയുടെ നീര് പ്ലസ് മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹത്തിനെ തടയാൻ കഴിയും. പിന്നെ ഈ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു പ്രധാന പ്രശ്നമാണല്ലോ ഈ കാലിന്റെ മുട്ടുവേദന, സന്ധി വേദന. മുട്ടുവേദനയ്ക്ക് ഉള്ളൊരു വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇതും കുറുന്തോട്ടിയും കൂടി കഷായം വെച്ച് കഴിക്കുന്നത്. ഇതും കുറുന്തോട്ടിയും കൂടി കഷായം വെച്ച് കഴിച്ചാൽ മുട്ടുവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. ഈ മുട്ട് തേയ്മാനം എന്നൊക്കെ പറയുന്നത്, തേയ്മാനം എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസിൽ ഇതിന് വ്യത്യാസം ഉണ്ടാവും, സന്ധിഭാഗത്തിനും ഗുണമുണ്ടാവും. എന്തായാലും ഡോക്ടറെ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനം അല്ല അത്. ഇത് നട്ടുപിടിപ്പിക്കാനും വളരെ എളുപ്പമാണ്. വീടുകളിലൊക്കെ നമുക്ക് ഒരു ഇങ്ങനെ പടർത്തി വിടാവുന്ന ചെടിയാണ്. അതായത് ഇതിന്റെ ഇത്തരമുള്ള ഒരു തണ്ട് നമുക്ക് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ, ചെറിയ തണ്ട് മതി, അത് മണ്ണിൽ മുട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേരുകൾ, പ്രത്യേകിച്ച് വേറെ ഒരു പരിചരണത്തിന്റെ ആവശ്യമില്ല. ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും തന്നെ ഈ വണ്ണത്തിലുള്ള തണ്ടുകൾ നമുക്ക് കിട്ടും. കുറച്ചും കൂടി വണ്ണമുള്ള തണ്ടുകളാണ് നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുക. എന്തായാലും ഇത് വലിയൊരു അറിവാണ് ഇപ്പൊ ഡോക്ടർ തന്നത്. സാധാരണ ഇത് ചിറ്റമൃത് എന്ന് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിലും ഇതിന് ഇത്ര അധികം ഗുണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇത് പ്രേക്ഷകർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സാധനം. അമൃത് എന്നൊരു വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ഔഷധ ചെടിയാണ് ഈ അമൃത്, ചിറ്റമൃത്. ആ ചിറ്റമൃതിന്റെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു ഔഷധ ചെടിയെ നമുക്ക് പരിചയപ്പെടുത്താം. എന്തായാലും ഇത്തരം ഒരു അറിവ് പകർന്നു നൽകിയ ഡോക്ടർക്ക് വളരെ നന്ദി. നമസ്കാരം.